വന്ധ്യതാ ചികിത്സ ഇന്ന് വളരെ അഫോർഡബിളും റീച്ചബിളും ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വന്ധ്യതാ ചികിത്സാ പദ്ധതികൾ ഏതൊക്കെയാണ്, അതിൻ്റെ വിജയസാധ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. വന്ധ്യതാ ചികിത്സയിലെ ഏറ്റവും നൂതനവും ഏറ്റവും ഉയർന്നതുമായ ഒരു ചികിത്സാ പദ്ധതിയാണ് IVF അല്ലെങ്കിൽ ICSI എന്ന് പറയുന്നത്. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ്. ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്നതും, ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വെളിയിൽ സംഭവിക്കുന്നതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ഇൻ വിട്രോ എന്ന് പറയുന്നത് ശരീരത്തിന് വെളിയിൽ വെച്ച് നടക്കുന്ന അണ്ടവും ബീജവും തമ്മിലുള്ള സങ്കലനത്തിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീയുടെ അണ്ടം സാധാരണഗതിയിൽ ഓവുലേഷൻ, ഉൽപ്പാദനം നടക്കുന്നതിന് ശേഷം അണ്ടവാഹിനി കുഴലിലൂടെ അത് ഗർഭപാത്രത്തിനകത്ത് എത്തുകയും അണ്ടവാഹിനി കുഴലിൽ വെച്ച് ബീജവുമായി സംയോജിക്കുകയും ചെയ്യുന്നതിനെയാണ് നോർമലി ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ നമ്മൾ അതിന് പകരം അണ്ടാശയത്തിൽ നിന്നും അണ്ടങ്ങളെ വെളിയിലെടുത്തതിന് ശേഷം ലാബിൽ വെച്ച് അണ്ടവും ബീജവും തമ്മിൽ ഫെർട്ടിലൈസേഷൻ ചെയ്ത് എംബ്രിയോ ആക്കി അതിനെ വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സും, അതിനുശേഷം ഈ വളർത്തിയെടുത്ത ഭ്രൂണത്തെ അല്ലെങ്കിൽ എംബ്രിയോവിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ICSI എന്നൊക്കെ നമ്മൾ പൊതുവേ പറയുന്നത്. ഇത് ആദ്യം ഒരു ട്യൂബൽ ഫാക്ടർ, ട്യൂബിൻ്റെ ട്യൂബൽ ഡാമേജുകൾക്കാണ് ആദ്യം തുടങ്ങിയതെങ്കിലും ഇന്ന് ഒട്ടുമിക്ക എല്ലാ വന്ധ്യതയുടെ കാരണങ്ങൾക്കും, അത് ബീജത്തിൻ്റെ പ്രശ്നമായിക്കോട്ടെ, അത് എൻഡോമെട്രോസിസ് പോലെയുള്ള അസുഖങ്ങളായിക്കോട്ടെ, ഗർഭപാത്രത്തിൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അണ്ടോൽപാദനത്തിലുള്ള കുറവുകളായിക്കോട്ടെ, ചിലപ്പോഴൊക്കെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിക്കോട്ടെ. ഇന്ന് സമൂഹത്തിൽ ഒരു 20% ആൾക്കാർക്ക് നമുക്ക് എന്താണ് ഇൻഫെർട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ അത് വന്ധ്യതയുടെ കാരണമെന്ന് കണ്ടെത്താൻ പറ്റാറില്ല. അതിനെയാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിക്കോട്ടെ. അതിനെല്ലാം ഒരു സിംഗിൾ സ്റ്റെപ്പ് സൊല്യൂഷൻ എന്നുള്ളതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോളതലത്തിൽ ഇതിൻ്റെ വിജയസാധ്യത 30-40% പറയുമെങ്കിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം 60 മുതൽ 70% വരെ വിജയസാധ്യതയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ.